ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. കൃഷ്ണാസ് സ്റ്റോറി ടൈം എല്ലാവർക്കും സ്വാഗതം. കൃഷ്ണായനം കഥ കേൾക്കാം. സർവചരാചരങ്ങളുടെയും അന്തര്യാമിയായ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ കഥ കേൾക്കാം. എല്ലാവർക്കും ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹാശിസുകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃഷ്ണായനം കേൾക്കുന്ന എല്ലാവർക്കും ഹൃദയത്തിൽ നിന്നും നന്ദി. കഴിഞ്ഞ ദിവസം സൂര്യഗ്രഹണം എന്ന ഭാഗമാണ് വായിച്ചിരുന്നത്. അത് മുഴുവനായിരുന്നില്ല. അതിൻ്റെ തുടർച്ച ഇന്നത്തെ വീഡിയോയിലൂടെ കേൾപ്പിക്കാം. ഇന്നത്തെ ഭാഗത്തിലേക്ക്. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. സൂര്യഗ്രഹണം തുടർച്ച. കേശവൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, രാധേ, ഇതാ നിന്റെ കണ്ണൻ. നിനക്ക് വേദന മാത്രം തന്ന നിന്റെ കളിക്കൂട്ടുകാരൻ. വരൂ, മഞ്ഞിൽ കുളിച്ച ഈ രാത്രി നിലാവിൽ നിന്റെ നൃത്തം ഞാനൊന്ന് കാണട്ടെ. രാധ, ചിലമ്പണിയൂ, അരഞ്ഞാണം കിലുങ്ങുമാറ്, എൻ്റെ അകത്തള മുലയുമാറ് നീ നടനം തുടരൂ. മാധവൻ്റെ വാക്കുകൾ രാധയുടെ ഹൃദയത്തിലേക്ക് കുമിഞ്ഞിറങ്ങി. തണുപ്പറിയാതെ താനറിയാതെ അവൾ മാധവൻ്റെ മുന്നിലേക്ക് നീങ്ങി. രാധയുടെ കണ്ണുകൾ കണ്ണൻ്റെ പ്രകാശമേറ്റ് വിടർന്നു. ഏകാന്തത അവരെ പൊതിഞ്ഞു. കണ്ണാ. രാധയുടെ ചുണ്ടുകൾ മന്ദം ചലിച്ചു. രാധേ, മാധവൻ വിളിച്ചു. ഇതളുകൾ കൂമ്പുകയും വിടരുകയും ചെയ്യുന്ന ഒരു രജതമല്ലിപ്പൂവായി രാധ. മാധവൻ തൻ്റെ വലതുകരം രാധയുടെ നെറുകയിൽ വെച്ചു. പെട്ടെന്ന് അവരുടെ ചുറ്റും ചിലമ്പുകൾ മുഴങ്ങി. അനേകം ഗോപികമാർ നൃത്തം തുടങ്ങി. രതിതാളത്തിൽ പദചലനം, മൃദുതാളത്തിൽ കരചലനം, ചാരുവാം രാഗതരംഗങ്ങൾ ഉയർന്നു. ആനന്ദ നർത്തനം അതിദ്രുതം നടന്നു. രാധ നർത്തകിമാരുടെ പതക്കമായി. യമുനാതീരം വേദിയായി. പെട്ടെന്ന് ഗോപികമാർ യമുനയുടെ ആഴത്തിലൊളിച്ചു. ചിലമ്പൊലി മാത്രം നിന്നു. യമുനാതീരം ആലസ്യത്തിലായി. സാത്വികതയിൽ രജോഭാവം ഇണചേർന്ന് കണ്ണൻ മന്ദം നടന്ന് നടനാലസ്യത്തിൽ മയങ്ങുന്ന രാധയുടെ നികടത്തിലെത്തി. ധന്യ നിമിഷങ്ങൾ മഞ്ഞപ്പൂഞ്ചേല വാരിച്ചുറ്റി. മന്ദാക്ഷഭാവത്തിൽ നിന്നു. രാധയുടെ നെറുകയിൽ മാധവൻ ചൂണ്ടുവിരൽ തൊട്ടു. മിഴിനീര് ഇമത്തുമ്പിൽ നറുമുത്തായി നിന്നപ്പോൾ രാധ പറഞ്ഞു, പ്രഭു, ഈ രാധ വെറുമൊരു ഇടയപ്പെണ്ണ് മാത്രമാണ്. എങ്കിലും ഈ പ്രപഞ്ചം മുഴുവൻ അങ്ങയിൽ നിറഞ്ഞിരിക്കുന്നത് ഞാൻ കാണുന്നു. ദേവാ, അങ്ങ് ആരാണെന്ന് എനിക്കിന്ന് മനസ്സിലായി. സർവ്വലോകത്തിലും മുഴങ്ങി നിൽക്കുന്ന പൂർണ്ണ പുരുഷനാണ് അങ്ങ്. എന്നിലും വിണ്ണിലും മണ്ണിലും അങ്ങ് ആണ്ടിരിക്കുന്നു. കേശവ, നീ എന്നിൽ പകർന്നു തന്ന രജോഭാവം തിരിച്ചെടുക്കൂ. എന്നിൽ സാത്വികത നിറയ്ക്കൂ. അങ്ങയുടെ ശക്തി കാമലിപ്തമല്ലാതെ എന്നിൽ വയ്ക്കൂ. പൂർണ്ണത നേടി ഞാൻ സ്ത്രീയാകട്ടെ. കേശവൻ രാധയുടെ ശിരസിൽ വീണ്ടും തൊട്ടു. ആലക്തിക ശക്തിയിൽ എന്ന പോലെ രാധ ഏതോ അത്ഭുത തേജസ്സിന് വിധേയമായി കാളിന്തി തടത്തിൽ പ്രകാശിച്ചു നിന്നു. കാളിന്തി തടത്തിൽ പെട്ടെന്നൊരു ശബ്ദം മുഴങ്ങി. രാധയെ, നീ പൂർണ്ണ പുരുഷനിൽ നിന്നും പരിപൂർണത നേടിയിരിക്കുന്നു. അഭൗമ ചൈതന്യവതിയാണ് ഇന്നു മുതൽ നീ. നിനക്കിനി അല്ലലില്ല, ആദിയില്ല. സ്നേഹസ്വരൂപം മാത്രമാണ് നീ. സ്നേഹത്തിൻ്റെ എക്കാലത്തെയും മുദ്രയാണ് നീ. രാധ കാളിന്തിയുടെ കരയിൽ തന്നെ നിന്നു. ഒരഗ്നിജ്വാല പോലെ അവൾ നിറനിലാവിൽ ഉണർന്നു നിന്നു. മാധവൻ്റെ സ്വർണരഥം ഗോവർദ്ധനത്തിൻ്റെ താഴ്വാരം തേടി. കേശവൻ മലമടക്കുകളിൽ മറയുകയാണ്. ഗോവർദ്ധനത്തിൻ്റെ താഴ്വരയിലെത്തി കണ്ണൻ തിരിഞ്ഞു നോക്കി. ദൂരെ ദൂരെ യമുനയുടെ സിതാസൈകത പരപ്പിൽ രാധ ഒരു സ്നേഹസ്വരൂപമായി നിൽക്കുന്നു. കാലത്തിൻ്റെ കഥകൾ കേട്ടിരുന്ന രാധ
മാധവനെ പൂർണ്ണനാക്കിയ മധുരോദാര സൗന്ദര്യത്തിന് തിടമ്പായ രാധ കത്തിജ്വലിക്കുകയാണെന്ന് മാധവന് തോന്നി. മഞ്ഞിൻ്റെ നേർത്ത അടരുകൾ ക്രമേണ രാധയെ പൊതിയുന്നതായി മാധവൻ കണ്ടു. വികാരത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പ്രകാശരൂപം നീല നദിക്കരയിൽ എരിഞ്ഞു നിൽക്കുന്നത് മാധവൻ നോക്കി നിന്നു. സ്യമന്ത പഞ്ചകത്തിൻ്റെ തടം ജനങ്ങളെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞു. വളരെ നാൾ കൊണ്ട് കാണാതിരുന്ന ബന്ധുക്കൾ ഒത്തൊരുമിച്ചപ്പോൾ അവർക്ക് അയവിറക്കുവാൻ ഏറെ കഥകളുണ്ടായിരുന്നു. പ്രഭാതമാകുവോളം യാദവരും ഋഷിണികളും വൃന്ദാവനവാസികളും ഹസ്തിനാപുരവാസികളും ഒത്തുചേർന്ന് പുണ്യവാപി തീരത്തെ നിർനിദ്രമാക്കി. പ്രഭാതം വിടർന്നു. ഇന്ന് സൂര്യഗ്രഹണമാണ്. ഗ്രഹണം കഴിഞ്ഞാൽ തീർത്ഥമാടി എല്ലാവരും പിരിയും. പ്രഭാതത്തിൽ വസുദേവർ ബലരാമനെയും കേശവനെയും വിളിച്ചു പറഞ്ഞു, മക്കളെ, പണ്ട് കംസന്റെ കരത്തിൽ നിന്നും നിങ്ങളെ രക്ഷിക്കുവാനും ഞങ്ങൾക്ക് രക്ഷപ്പെടുവാനും വേണ്ടി അനേകം പ്രാർത്ഥനകൾ നടത്തുകയുണ്ടായിട്ടുണ്ട്. ദേവകൾക്ക് കടം അധികമാണ്. അവർ ക്രോധിച്ച് നമ്മെ ശപിക്കാത്തത് പുണ്യമായി കരുതിയാൽ മതി. മക്കളെ, ഞങ്ങൾ മാത്രമല്ല, നന്ദഗോപനും യശോദയും ഇത്തരത്തിൽ പ്രാർത്ഥനകൾ നടത്തിയിട്ടുണ്ട്. അതും കടമായി കിടക്കുന്നുവെന്നാണ് അവർ പറഞ്ഞത്. നിങ്ങൾക്കറിയാമല്ലോ, ഞങ്ങൾക്ക് അന്ന് പ്രാർത്ഥന കൊണ്ടുള്ള കടം പൂർത്തിയാക്കാവുന്ന മാനസികാവസ്ഥയായിരുന്നില്ല. അതുകൊണ്ട് ഒരു യാഗം നടത്തി എല്ലാ ദേവതകളെയും സന്തോഷിപ്പിക്കുന്നത് നല്ലതാണ്. പിന്നെ എല്ലാം നിങ്ങളുടെ അഭിപ്രായം പോലെ. കേശവൻ പറഞ്ഞു, ഈ പുണ്യതീർത്ഥക്കരയിൽ വെച്ച് യാഗം നടത്താം. മഹർഷിമാർ ധാരാളം വന്നിട്ടുണ്ട്. പുരോഹിതന്മാരും ഋത്തിക്കുകളുമുണ്ട്. ഇവിടെ വെച്ചാകുമ്പോൾ പുണ്യവും കൂടും. യാഗം നടത്തുവാൻ തന്നെ അവർ തീരുമാനിച്ചു. യാഗം 2 മാസം നീണ്ടു നിൽക്കും. വസന്തകാലമാണിത്. തീർത്ഥക്കരയിൽ വസിക്കുവാൻ തന്നെ എല്ലാവരും തീരുമാനിച്ചു. മണൽപ്പുറത്ത് കൂടാരങ്ങൾ ഉയർന്നു. എല്ലാവരും സസുഖം വസിച്ചു. ദ്രൗപദിയും കേശവൻ്റെ പത്നിമാരും പലപ്പോഴും ഒത്തുകൂടും. അവർ ഭർത്താക്കന്മാരെക്കുറിച്ച് സംസാരിക്കും. ഒരാൾക്ക് 5 ഭർത്താക്കന്മാരാണെങ്കിൽ മറ്റ് 8 പേർക്കുമായി ഒരാളാണ് ഭർത്താവ്. വിചിത്രമായ ഈ രൂപസംഘാതം മന്നിൻ്റെ നിലനിൽപ്പിന് ആധാരമാണ്. പാഞ്ചാലിയും കേശവ പത്നിമാരും ഏറെ നേരം സംസാരിക്കും. ആ സമയമെല്ലാം വിഷയം കേശവൻ തന്നെയായിരിക്കും. മാധവ പത്നിമാരുടെ വാക്കുകൾ പാഞ്ചാലിയിൽ അത്ഭുതം ജനിപ്പിച്ചു. കേശവനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പ്രേമം വഴിയുന്നു. ഓരോരുത്തരും സംതൃപ്തരാണ്. എല്ലാവരിലും കേശവൻ ഒരുപോലെ സ്നേഹം ചൊരിഞ്ഞിരിക്കുന്നു. ദ്രൗപദി സന്തോഷിച്ചു. കേശവ പത്നിമാർ ഒരേ മനസ്സുമായി കേശവനെ പൂജിക്കുന്നതിൻ്റെ അർത്ഥം പാഞ്ചാലിക്ക് ബോധ്യമായി. യാഗം മുറയ്ക്ക് നടന്നു. യാഗാവസാനത്തിൽ വസുദേവർ പുരോഹിതന്മാർക്ക് ശാസ്ത്രവിധിപ്രകാരം ഭൂമി, ഗോക്കൾ, സ്വർണം എന്നിവ ദാനം ചെയ്തു. വസുദേവർ ഭാര്യമാരോടൊത്ത് അവഭൃതസ്നാനം നടത്തി. അതിനുശേഷം അവർ ഋത്തുക്കുകളോടൊത്ത് സ്യമന്ത പഞ്ചകത്തിൽ സ്നാനം ചെയ്തു. വസുദേവരും പത്നിമാരും സ്നാനാനന്തരം വസ്ത്രങ്ങൾ ദാനം നൽകി. എല്ലാവർക്കും അന്നദാനം നടത്തി. യാഗത്തെപ്പറ്റി എല്ലാവരും പുകഴ്ത്തി പറഞ്ഞു. വന്നവർ എല്ലാം യാഗം തീർന്നപ്പോൾ പോകുവാൻ തയ്യാറായി. നന്ദഗോപരും യശോദയും വൃന്ദാവനത്തിലേക്ക് പോകുവാൻ ഒരുങ്ങി. കേശവനോടൊത്ത് വസിച്ച നാളുകൾ സന്തോഷവും ചൈതന്യവും തുളുമ്പിയ നല്ല ദിവസങ്ങളായിരുന്നു. ആ ദിവസങ്ങൾ ഇനി വരുമെന്ന് തോന്നുന്നില്ല. അവരുടെ മനസ്സിലെല്ലാം ഗാന്ധാരിയുടെ ശാപം അഗ്നിരൂപമായി കിടന്നിരുന്നു. വേദനയുടെ നാളുകൾ വരുമെന്ന് തന്നെ അവർ ഊഹിച്ചു. അപ്പോൾ ഇത് അവസാനത്തെ കാഴ്ചയോ? നന്ദഗോപരുടെ കണ്ണുകളിൽ ചുടുബാഷ്പത്തുള്ളികൾ പൊടിഞ്ഞു. യശോദ വാവിട്ട് കരയുവാൻ തുടങ്ങി. കേശവൻ മാതാപിതാക്കളെ സാന്ത്വനപ്പെടുത്തി. നിങ്ങൾ എൻ്റെ വളർത്തുപിതാക്കളല്ല, എൻ്റെ അച്ഛനും അമ്മയും തന്നെയാണ്. ദേവകിയും വസുദേവരുമാണ് എനിക്ക് ഈ ജന്മം തന്നതെങ്കിലും
എൻ്റെ ബാലാരിഷ്ടതകൾ മുഴുവൻ സഹിച്ചതും വളർത്തിയതും നിങ്ങൾ തന്നെയാണ്. നിങ്ങൾക്ക് എന്തും എന്നോട് ആജ്ഞാപിക്കാം. പറയൂ, നിങ്ങളുടെ അഭിലാഷം എന്താണ്? ഈ ലൗകിക ജീവിതത്തിൽ എന്താശയുണ്ടെങ്കിലും അത് നിർവഹിച്ചു തരും. നന്ദഗോപനും യശോദയും പറഞ്ഞു, മകനെ, ഞങ്ങൾക്ക് പ്രത്യേകിച്ചൊരാഗ്രഹവുമില്ല. നിന്നെ മനസ്സിലോർത്തുകൊണ്ടിരുന്നാൽ അഭിലാഷമൊന്നും ജനിക്കുകയില്ലല്ലോ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ധനവും സുഖവും നിന്റെ കൃപ കൊണ്ടുണ്ടായിട്ടുണ്ട്. നീ നികടത്തിൽ ഇല്ലല്ലോ എന്ന ദുഃഖം മാത്രമേ ഞങ്ങൾക്കുള്ളൂ. അത്തരമൊരാഗ്രഹം സാധിക്കുക ദുഷ്കരമാണെന്നും ഞങ്ങൾക്കറിയാം. വൃന്ദാവനവും കാളിന്തി തടവും കാണുമ്പോൾ വെണ്ണ തിന്ന് ആമോദിച്ച് നടന്നിരുന്ന നിന്നെ ഞങ്ങൾ ഓർത്തുപോകുന്നു. സായാഹ്നത്തിൽ ഗോപാലന്മാർ കാലികളുമായി എത്തുമ്പോൾ കാലിക്കോലും ഓടക്കുഴലുമായി പുഞ്ചിരിച്ചു വരുന്ന നിന്നെ ഞങ്ങൾ ഓർത്തുപോവുകയാണ്. ഇങ്ങനെയാണെങ്കിലും മകനെ, നിന്നെ പിരിഞ്ഞു പാർക്കേണ്ടവരാണ് ഞങ്ങൾ എന്നറിയാം. എങ്കിലും പിരിയുന്നതിലുള്ള വേദന ഞങ്ങളുടെ ഹൃദയം നീറ്റുന്നു. കേശവൻ പറഞ്ഞു, പിതാക്കളെ, നിങ്ങളുടെ വേദന എനിക്കറിയാം. ആ വേദനയ്ക്ക് ഒരു കാരണവുമില്ല. അമ്മേ, സന്താനങ്ങൾ വലുതായാൽ വേർതിരിഞ്ഞ് വസിക്കുക എന്നത് പ്രകൃതി സിദ്ധമാണ്. മക്കളെല്ലാം കുടുംബത്തിൽ തന്നെ വസിക്കണമെന്ന് ഒരു പിതാവും പറയുകയില്ല. അതുകൊണ്ടല്ലേ നിങ്ങളുടെ മകൻ അല്പം അകന്ന് വസിക്കുന്നത്? പിതാക്കളെ, എൻ്റേത് നിൻ്റേത് എന്ന് തോന്നുന്നത് ലൗകിക ജീവിതത്തിൽ മാത്രമേയുള്ളൂ. ആത്മീയ ജീവിതത്തിൽ ആരും ആർക്കും സ്വന്തമല്ല. ആത്മാവിൽ വിധേയത്വം ആർക്കുമില്ല. ഭൗതിക ജീവിതത്തിൽ മാത്രമേ സ്നേഹദുഃഖാവസ്ഥകൾ ഉള്ളൂ. നിങ്ങൾ ഈ ഭാവങ്ങൾ മറക്കണം. ലൗകിക ജീവിതത്തിലെ ഈ സാധാരണ സത്തകൾക്കതീതരായി നിങ്ങൾ ജീവിക്കണം. ഒരിക്കലും നിങ്ങൾ വേദനിക്കരുത്. ഈ മുഖങ്ങളിൽ കാർമേഘപടലങ്ങൾ ഉരുണ്ടു കയറരുത്. ഏത് നിമിഷം വിളിച്ചാലും കേശവൻ അരികിൽ ഓടിയെത്തും. ഒന്ന് സ്മരിക്കുകയേ വേണ്ടൂ, മാധവൻ നിങ്ങളുടെ നികടത്തിലുണ്ടാകും. മാധവൻ്റെ വാക്കുകൾ കേട്ട് യശോദയും നന്ദഗോപരും കണ്ണുനീർ തുടച്ചു. മകനെ അവർ ആലിംഗനം ചെയ്തു. ഗോപികമാർ ആർത്തരായി തേങ്ങി. ഗോപന്മാർ കേശവനെ നമസ്കരിച്ചു. തൻ്റെ കളിക്കൂട്ടുകാരെ മാധവൻ ആശ്ലേഷിച്ചു. വേർപാടിൻ്റെ വേദന കൊണ്ട് നനയാത്ത കണ്ണുകൾ ഉണ്ടായിരുന്നില്ല. എല്ലാവർക്കും കേശവൻ സമ്മാനങ്ങൾ നൽകി. നന്ദഗോപനും യശോദയും ഗോപാല പെൺകൊടിമാരും വൃന്ദാവനത്തിലേക്ക് മടങ്ങി. അന്നു തന്നെ ഹസ്തിനാപുരത്തുള്ളവരും യാത്ര തിരിച്ചു. പിറ്റേ ദിവസം പ്രഭാതത്തിൽ ബലരാമനും കേശവനും സ്വജനങ്ങളുമൊത്ത് ദ്വാരകയിലേക്ക് യാത്രയായി. പുതിയൊരു ജീവിതത്തിൻ്റെ അനുഭൂതികളുമായിട്ടാണ് അവർ മടങ്ങിയത്. യാത്രയിലുടനീളം കേശവൻ ചിന്താധീനനായിരുന്നു. ഇതോടുകൂടി ഇന്നത്തെ ഭാഗം, അതായത് സൂര്യഗ്രഹണം എന്ന ഈ ഭാഗം അവസാനിച്ചിരിക്കുന്നു. അടുത്ത ദിവസം സന്താന ഗോപാലം എന്ന ഭാഗം കേൾപ്പിക്കാം. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് എന്നിവ ചെയ്യുക. താങ്ക് യു.